ഇന്ന് അവളുടെ വിവാഹമാണ്. ആരുമായി അവൾ വിവാഹം കഴിക്കുന്നു എന്നോ എന്തിനാണ് അവൾ വിവാഹം കഴിക്കുന്നത് എന്നോ അവൾക്കൊന്നും അറിയില്ലായിരുന്നു. ഒരുങ്ങാൻ കർശനമായി ആജ്ഞാപിച്ചു. അവളുടെ അനുവാദമില്ലാതെ ഒരുങ്ങാൻ നിർബന്ധിച്ചു. അവൾക്ക് സമ്മതം പോലും ഇല്ലായിരുന്നു ഈ വിവാഹത്തിന്. ഒരു പാവയെ പോലെ അവൾ മണ്ഡപത്തിലിരുന്നു. എല്ലായിടവും തിരക്കാണ്. ഒരു ഭാഗത്തൊരു കൂട്ടം സ്ത്രീകൾ ചിരിക്കുന്നു. പുരുഷന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു. എല്ലാവരും തിരക്കിൽ. കുട്ടികൾ കളിക്കുന്നു. എല്ലാവർക്കും നിറയെ സന്തോഷം. അവൾക്ക് മാത്രം ഒരു സന്തോഷവുമില്ല. എല്ലാവരും സന്തോഷത്തിലാണെങ്കിലും സന്തോഷമില്ലാത്ത ഒരേ ഒരു വ്യക്തി, അത് വധുവായിരുന്നു. ഇന്ന് അവളുടെ ജീവിതം മാറാൻ പോകുന്നു. മണ്ഡപത്തിനടുത്തായി വെച്ചിരിക്കുന്ന ഒരു കസേരയിൽ ഒരു പാവയെ പോലെ അവൾ ഇരിക്കുകയാണ്. പൂജാരി ചെയ്യുന്ന അഗ്നിയിലേക്ക് നിരന്തരം നോക്കുന്നുണ്ടവൾ. അവൾ വിവാഹം കഴിക്കുകയാണോ അതോ ചുറ്റും എത്ര പേര് ഇരിക്കുന്നുണ്ടെന്നോ അവൾക്ക് പ്രശ്നമല്ലായിരുന്നു. അവൾ ഒരു നരകം വിട്ട് മറ്റൊരു നരകത്തിലേക്ക് പോവുകയാണെന്ന് അവൾക്ക് തോന്നിയ ആ നിമിഷം. ഇവിടെ സ്വന്തമെന്ന് വിളിക്കാൻ ചിലരുണ്ടായിരുന്നു. ആരൊക്കെ ഉണ്ടാകും അവിടെ? അവൾ ആരോടൊപ്പം താമസിക്കും? അവളുടെ ഉള്ളിൽ പലവിധം ചിന്തകൾ, ഒരു വല്ലാത്തൊരു പേടി. തന്നെ കെട്ടാൻ പോകുന്നത് ആരാണെന്ന് പോലും ആ പാവം പെൺകുട്ടിക്ക് അറിയില്ലായിരുന്നു. അതേ ഹാളിൽ മണ്ഡപത്തിന് സമീപമുള്ള മുറിയിൽ ഒരു പെൺകുട്ടി ദേഷ്യത്തോടെ സാധനങ്ങൾ വലിച്ചെറിയുകയായിരുന്നു. അവളുടെ മാതാപിതാക്കൾ അവളെ തടയാൻ ശ്രമിച്ചു. പക്ഷേ പെൺകുട്ടിക്ക് ഭ്രാന്ത് പിടിച്ച പോലെയായിരുന്നു അവളുടെ പെരുമാറ്റം. അവളുടെ ദേഷ്യം കണ്ട് അവളുടെ അച്ഛനും അമ്മയ്ക്കും വല്ലാത്തൊരു പേടി തോന്നി. അവൾ ദേഷ്യത്തിൽ അലറിക്കൊണ്ടിരുന്നു. എങ്ങനെയാ അവളുടെ വിവാഹം ഉറപ്പിച്ചത്? ഇത്രയും നല്ലൊരു ചെക്കനുമായി. അവൻ എൻ്റേതാണ്. അവനെ എനിക്ക് വിവാഹം കഴിക്കണം. അവൻ്റെ സ്വത്ത് മുഴുവൻ എനിക്ക് വേണം. അവനെയല്ല എനിക്ക് വേണ്ടത്. പക്ഷേ അവനെ വിവാഹം കഴിച്ചാൽ മാത്രമേ എനിക്ക് അവൻ്റെ സ്വത്തുക്കൾ മുഴുവൻ സ്വന്തമാക്കാൻ കഴിയുകയുള്ളൂ. അവളുടെ അലറിയുള്ള സംസാരം ആ റൂമിലാകെ പ്രതിധ്വനിച്ചു. അവളുടെ അച്ഛൻ അവളെ പിടിച്ച് കട്ടിലിരുത്തി. എന്നിട്ട് പതിയെ പറഞ്ഞു, എൻ്റെ മോളെ, ഞാൻ ചിന്തിക്കാതൊന്നും ചെയ്യില്ല എന്ന് നിനക്കറിയില്ലേ? അവളിപ്പോൾ വിവാഹം കഴിക്കാൻ പോകുന്നവൻ ഒരു മനുഷ്യനല്ല, അവനൊരു മൃഗമാണ്. അവൾക്ക് ഇവിടെ നമ്മുടെ അടുത്തുനിന്ന് ലഭിച്ച അപമാനത്തിൻ്റെ അളവിനേക്കാൾ കൂടുതലാണ് അവിടെ നിന്നും അവൾക്ക് ലഭിക്കുക. അവൾക്കൊരിക്കലും സന്തോഷിക്കാൻ കഴിയാത്ത വിധം ഞാൻ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നീ ആ ചെകുത്താനെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് പറയുന്നു. നിങ്ങൾ അവനെ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ അവനെ എൻ്റെ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. അവൻ ആളുകളെ മൃഗങ്ങളെ പോലെയാണ് കാണുന്നത്. അത്രത്തോളം ഒരു ദേഷ്യമുള്ളൊരു മനുഷ്യനാണ്. ആ മനുഷ്യൻ കൂടുതൽ എന്തെങ്കിലും പറയാൻ തുടങ്ങുന്നതിന് മുൻപ് പുറത്തുനിന്നൊരു ശബ്ദം കേട്ടു. വരൂ, ചെക്കൻ എത്താറായി എന്ന് തോന്നുന്നു. പുറത്തുനിന്ന് കേട്ട വാക്കുകൾ അയാളിൽ ഞെട്ടലുണ്ടാക്കി. പിന്നെ തൻ്റെ മകളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു, നീ വാ മോളെ, നമുക്ക് നോക്കാം വരൻ എത്രത്തോളം സന്തോഷവാനാണെന്നും എങ്ങനെയാണ് അവൻ്റെ പ്രതികരണം എന്നൊക്കെ അവളുടെ അച്ഛൻ അവളെ ഇടം കണ്ണാൽ നോക്കി പറഞ്ഞു. അതുകൊണ്ട് എൻ്റെ മോളിപ്പോൾ മറ്റവളെ സന്തോഷത്തോടെ യാത്ര പറഞ്ഞയക്കണം. കാരണം അവൾ അറിയരുത് അവളെ നമ്മളൊരു ചെകുത്താൻ്റെ കയ്യിലേക്കാണ് കൊടുക്കുന്നതെന്ന്. നമുക്ക് അവളുടെ മുന്നിൽ അഭിനയിക്കാം. ഇനിയാണ് അവൾ ശരിക്കും അനുഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് എൻ്റെ പൊന്നുമോൾ നല്ല കുട്ടിയായി ചിരിയോടെ ഇറങ്ങി വാ. എല്ലാവരും കാണട്ടെ നമ്മൾ സന്തോഷത്തോടെയാണ് നമ്മുടെ കടമ നിറവേറ്റിയെന്ന് എല്ലാവരും അറിയട്ടെ. അവൾ അമ്മയെ നോക്കിയപ്പോൾ അവളുടെ അമ്മയും കുസൃതി ചിരിയോടെ പുഞ്ചിരിച്ചു. അതുകൂടെ കണ്ടതും അവളുടെ മുഖത്തും ഒരു പുഞ്ചിരി അണിഞ്ഞു. അവൾ സമ്മതത്തോടെ തലയാട്ടി. പിന്നെ മൂവരും ഒരു ക്രൂരമായ ചിരിയോടെ പുറത്തേക്ക് ഇറങ്ങി. പുറത്തിറങ്ങിയതും അവർ കാണുന്നത് എല്ലാവരും വരനെ കാണാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നതാണ്. അതെല്ലാം കണ്ട് അവരുടെ 3 പേരുടെയും മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി. എങ്കിലും അവർ കഷ്ടപ്പെട്ട് ചിരിക്കാൻ ശ്രമിച്ചു. അപ്പോഴവരുടെ മുന്നിലൂടെ ചെക്കനെ കാണാൻ ആളുകൾ തിരക്ക് കൂട്ടി ഏന്തി വലിഞ്ഞു നോക്കുന്നുണ്ട്. എന്തുകൊണ്ടാണെന്നോ അവൻ ഏറ്റവും പ്രായം കുറഞ്ഞ വലിയ ബിസിനസ്സുകാരനാണ്. എന്ത് കാര്യം അവന് നിസ്സാരമാണ്. അവനെ എല്ലാവരും അറിയപ്പെടുന്നത് ബിസിനസ് ലോകത്തെ കിരീടം വെക്കാത്ത രാജാവെന്നും ദേഷ്യം വന്ന അവൻ തനിച്ചെകുത്താനെന്നുമാണ്. അവനാണ് അഗ്നിദേവ്. പേര് പോലെ തന്നെ അഗ്നിയാണവൻ. കാണാനാണെങ്കിൽ വല്ലാത്തൊരു ലുക്കാണ്. നീളൻ ചെമ്പൻ മുടിയും അതുപോലെ തന്നെ ആരെയും ആകർഷിക്കുന്ന പൂച്ചക്കണ്ണും നീണ്ട മൂക്കും വശ്യമായ പുഞ്ചിരി വിരിയുന്ന അതരവും നല്ല രീതിയിൽ ട്രിം ചെയ്ത താടിയും മീശയും, മൊത്തത്തിൽ ചെക്കനൊരു അടാറ് ചുള്ളൻ. അവൻ ആളുകളുടെ മുന്നിൽ വളരെ കുറഞ്ഞ രീതിയിൽ മാത്രമേ സംസാരിക്കുകയും വരികയുമുള്ളൂ.
പക്ഷെ അവൻ സോഷ്യൽ മീഡിയയിൽ സജീവമാണ്. അവൻ തൻ്റെ ഫോട്ടോകൾ ഒരുപാട് പങ്കുവെക്കാറുണ്ട്. അങ്ങനെ കുറച്ചു പേർക്കൊക്കെ അവനെ അറിയാം. പക്ഷേ ഫോട്ടോകളിൽ നിന്ന് ആർക്കും അവൻ്റെ സ്വഭാവം കണ്ടെത്താൻ കഴിയില്ല. ചിലർ പറയുന്നു അവനൊരു മനുഷ്യനല്ല, ഒരു മൃഗമാണെന്ന്. ചിലർ പറയുന്നു അവനൊരു ചീത്ത സ്വഭാവക്കാരൻ പോലെയല്ലെന്ന്. ആളുകൾ അവനെ അപകീർത്തിപ്പെടുത്തുകയാണ്. എങ്കിലും ആർക്കും സത്യത്തിൽ അഗ്നിദേവ് എങ്ങനെയുള്ള വ്യക്തിയാണെന്ന് അറിയില്ല. എല്ലാവരും വരനെ സ്വാഗതം ചെയ്യാൻ കാത്തിരുന്നു. അപ്പോഴാണ് ഒരു വലിയ കാർ വന്ന് എല്ലാവരുടെയും മുന്നിൽ നിന്നത്. ആ നിമിഷം എല്ലാവരുടെയും മുഖം പ്രകാശിച്ചു. ഏകദേശം 6 അടി ഉയരമുള്ളൊരു ആൺകുട്ടി, കണ്ടാൽ തന്നെ ഒരു ഹാൻസം ബോയ്. നല്ല നീറ്റിലാണ് അവൻ്റെ ഡ്രസ്സ്. കറുത്ത നിറമുള്ളൊരു സ്യൂട്ടാണ്. എല്ലാവരും അവനെ തന്നെ നോക്കി നിന്നു. അത്രത്തോളം എല്ലാവരെയും ആകർഷിക്കാനുള്ള ഒരു കഴിവുണ്ടായിരുന്നു അവന്. വല്ലാത്തൊരു പ്രകാശം അവൻ്റെ മുഖത്ത് തെളിഞ്ഞു നിൽക്കുന്നത് പോലെ തോന്നി. പെൺകുട്ടികൾ അവനെ ആരാധനയോടെയും പ്രണയത്തോടെയും നോക്കി നിന്നു. അവൻ്റെ കലിപ്പ് മാത്രം നിറഞ്ഞു നിൽക്കുന്ന അവൻ്റെ ആ മുഖം എല്ലാ പെൺകുട്ടികളുടെ കണ്ണുകളിലും ഒരാകർഷണീയമായിരുന്നു. അവർ കൊതിയോടെ അവനെ നോക്കി നിന്നുപോയി. ഹോ, ഇത് അഗ്നിദേവായിരുന്നു, അവനെ അറിയുന്ന ചിലർ മനസ്സിൽ പറഞ്ഞു. അവൻ ഒറ്റയ്ക്കാണ് മുൻപോട്ട് വന്നത്. അപ്പോഴാണ് എല്ലാവരും അവൻ ഒറ്റയ്ക്കാണ് എന്ന് ശ്രദ്ധിച്ചത്. എന്തിനാണ് അവൻ ഒറ്റയ്ക്ക് വന്നതെന്ന് മന്ത്രിക്കാൻ തുടങ്ങി. കാരണം ഒരു വിവാഹമാണ്. അവൻ്റെ കൂടെ ആരുമില്ല. അത് എല്ലാവരിലും വല്ലാത്തൊരു അപകർഷതാബോധം ഉളവാക്കി. കുടുംബത്തിൽ ആരുമില്ലേ? അതോ ആരെയും കൊണ്ടുവന്നില്ലേ? എല്ലാവരും അത് തന്നെ മുറുമുറുത്തു. അഗ്നി എല്ലാവരുടെയും അടുത്തെത്തിയപ്പോൾ എല്ലാവരുടെയും വാടഞ്ഞു. എല്ലാവരുടെയും മുഖത്തൊരു വ്യാജ പുഞ്ചിരി വിടർന്നു. അകത്തെ മണ്ഡപത്തിനടുത്തിരുന്ന ആരാധയ്ക്ക് അവളുടെ ചുറ്റും ആരുമില്ലെന്ന് മനസ്സിലായില്ല. അവൾ ഹാളിൽ ഒറ്റയ്ക്കിരിക്കുകയായിരുന്നു. തറയിലേക്ക് നോക്കിയാണ് അവളുടെ ഇരിപ്പ്. അപ്പോൾ സമീപത്ത് മന്ത്രങ്ങൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന പൂജാരി അവളോടായി പറഞ്ഞു, മോളെ, നീ ഇവിടെ കുറേ സമയമായിരിക്കുന്നു. നിനക്ക് ബോറടിക്കുന്നില്ലേ? പൂജാരിയുടെ പെട്ടെന്നുള്ള തമാശ രൂപേണയുള്ള സംസാരം ആരാധ്യ അല്പം ഭയന്ന് ഒന്നും പറയാതെ നേരെ ഇരുന്നു. പൂജാരി വീണ്ടും മന്ത്രങ്ങൾ ചൊല്ലാൻ തുടങ്ങി. പുറത്ത് ആരുവിൻ്റെ അമ്മായി അഗ്നിയുടെ നേരെ ആരതി ഒഴിയുകയും വിവാഹത്തിൻ്റെ എല്ലാ ചടങ്ങുകളും നടത്തുകയും ചെയ്തു. അപ്പോഴൊരു സ്ത്രീ അഗ്നിയെ നോക്കി പറഞ്ഞു, മോനെ, നീ ഒറ്റയ്ക്കാണോ വന്നിരിക്കുന്നത്? നിന്റെ കുടുംബാംഗങ്ങൾ വന്നിട്ടൊന്നുമില്ലേ? അവരെ കണ്ടില്ല. അഗ്നി അവരെ നോക്കി. എന്നിട്ട് പെട്ടെന്ന് അവൻ കണ്ണുകൾ മാറ്റി പറഞ്ഞു, നിങ്ങളുടെ മകളെ ഞാനാണ് വിവാഹം കഴിക്കുന്നത്, അല്ലാതെ വേറെ ആരുമല്ല. അപ്പം ഞാൻ ഒറ്റയ്ക്ക് വന്നാൽ മതി. എൻ്റെ കൂടെ വേറെ ആരും വരണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. അഗ്നിയുടെ ദൃഢമായ വാക്കുകൾ അവരിൽ നാണക്കേടുളവാക്കി. അവർ ഒന്നും പറയാതെ തല താഴ്ത്തി നിന്നു. അവൻ വീണ്ടും മുന്നോട്ട് നടന്നു. അവൻ്റെ സുന്ദരമായ മുഖം കണ്ടപ്പോൾ എല്ലാ പെൺകുട്ടികൾക്കും ആരുവിനോട് അസൂയ തോന്നി. പക്ഷെ അവൻ അവരെ ഒന്നും മൈൻഡ് ചെയ്തില്ല. ആരുവിൻ്റെ കസിൻ മുഷ്ടി ചുരുട്ടി അഗ്നിയെ കണ്ടിട്ട് അത്രത്തോളം വല്ലാത്തൊരു ഭംഗിയുണ്ടായിരുന്നു അവന്. എങ്കിലും ആരൊന്നും പറഞ്ഞില്ല. ആ നിമിഷം തന്നെ അഗ്നിയെ അകത്തേക്ക് കൊണ്ടുവന്നു. അഗ്നി ഒരു പ്രാവശ്യം ആരുവിനെ ഒന്ന് നോക്കി. നല്ല സുന്ദരിയായൊരു പെൺകുട്ടി. ചുവന്ന വിവാഹ സാരിയിൽ അവൾ ഒരു ദേവിയെ പോലെ തോന്നി അവന്. അവളുടെ നിറയെ പീലികളുള്ള വിടർന്ന കണ്ണും ചുവന്നു തുടുത്ത് തക്കാളി പോലെ നിൽക്കുന്ന അവളുടെ കവിളും പിന്നെ അവളുടെ ചുണ്ടും അവനെ വല്ലാതെ ആകർഷിച്ചു. പെട്ടെന്നാണ് അവന് ഈ വിവാഹം എന്തിനാണെന്ന് ഓർമ്മ വന്നത്. അവനൊന്ന് തല ഉടഞ്ഞു. വലിഞ്ഞു മുറുകിയ മുഖത്തോടെ മുന്നോട്ട് നടന്നു. മണ്ഡപത്തിൽ വന്ന് നിശബ്ദനായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ആരുവിനെ മണ്ഡപത്തിലിരുത്തി. ഇരുവരെയും എല്ലാവരെയും നോക്കി വണങ്ങി. ഇപ്പം നിങ്ങൾ രണ്ടുപേരും ഭാര്യ ഭർത്താക്കന്മാരാകാൻ പോവുകയാണ്. പൂജാരി ഒരു സിനിമാറ്റിക് ഡയലോഗ് പറഞ്ഞു. അത് കേട്ട് എല്ലാവരും ചിരിച്ചു. പക്ഷേ അഗ്നിയോ ആരുവോ ചിരിച്ചില്ല. അഗ്നിയുടെ മുഖം ദേഷ്യത്താൽ ചുവന്ന് കഴുത്തിലെ ഞരമ്പ് വലിഞ്ഞു മുറുകി. അത് കണ്ട് എല്ലാവരും പേടിയോടെ ഉമിനീരിറക്കി. അഗ്നിയുടെ ദേഷ്യം കണ്ടതും പൂജാരി എല്ലാവരെയും നോക്കി താലി അഗ്നിയുടെ കയ്യിലേക്ക് കൊടുത്തു. അപ്പോഴെല്ലാം അഗ്നിയുടെ മനസ്സിൽ ദേഷ്യവും വെറുപ്പും എന്ന വികാരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആരുവാണെങ്കിൽ നിർവികാരമായി അവൻ്റെ മുന്നിൽ കഴുത്ത് നീട്ടിക്കൊടുത്തു. പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു. അവനൊന്നിനും അവിടെ നിൽക്കാതെ അവളെയും കൊണ്ട് അവിടെ നിന്നും ഇറങ്ങി. അവളുടെ അമ്മായിയും എല്ലാവരും വെറും നോക്കുകുത്തി പോലെ നിൽക്കാനേ കഴിഞ്ഞുള്ളൂ. അവനെ ഒന്ന് തടയാനോ സംസാരിക്കാനോ ഒന്നിനുമുള്ള ധൈര്യം ആർക്കും ഉണ്ടായിരുന്നില്ല. അഗ്നിയും ആറുവും കാറിൽ നിശബ്ദരായിരിക്കുന്നത് കണ്ട്
അഗ്നിയുടെ ഡ്രൈവർ പറഞ്ഞു. സർ, നിങ്ങളൊരു പുലി തന്നെ. പെണ്ണിനെ ഒറ്റയ്ക്ക് പോയി വിവാഹം കഴിച്ചു കൊണ്ടുവന്നല്ലോ, അയാൾ ചിരിയോടെ പറഞ്ഞു. അഗ്നി ദേഷ്യത്തിൽ ഡ്രൈവറെ ഒന്ന് നോക്കി. എന്നിട്ട് പറഞ്ഞു, ഇതുപോലുള്ള മണ്ടൻ തമാശകൾ പറയുന്നതിനു പകരം ഡ്രൈവിങ്ങിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കടോ. അവൻ്റെ അലറൽ കേട്ട് ഡ്രൈവർ ഒന്ന് ഞെട്ടിക്കൊണ്ട് മുന്നോട്ട് നോക്കി. പുറത്തേക്ക് നോക്കിയ ശേഷം യാതൊരു ഭാവഭേദവുമില്ലാതെ സുഖമായിരിക്കുകയായിരുന്ന ആരുവിനെ അവൻ കലിപ്പിലൊന്ന് നോക്കി. പിന്നെ അഗ്നി അവൻ്റെ ലാപ്ടോപ്പ് എടുത്ത് അതിൽ വർക്ക് ചെയ്യാൻ തുടങ്ങി. ആരുവിനെയോ ഡ്രൈവറെയോ മൈൻഡ് ചെയ്യാതെ അവൻ അവൻ്റെ ജോലി തുടർന്നു. ആ നിമിഷം ആരു അവളുടെ വിധിയെക്കുറിച്ച് അവൾ ഉള്ളിൽ കരയുകയായിരുന്നു. കാരണം കഴിഞ്ഞ 10 വർഷമായി അവൾ ആരും കാണാതെ കണ്ണുനീർ പൊഴിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഇപ്പോൾ അവൾ കരയുന്നില്ല. എന്ത് സംഭവിച്ചാലും അവൾ സഹിക്കുകയാണ്. അവളുടെ വേദന അവളിൽ തന്നെ ഒതുക്കുകയാണ്. അവളുടെ അമ്മാവൻ്റെയും അമ്മായിയുടെയും സഹോദരിയുടെയും ക്രൂരതകളെല്ലാം പരിധികളും ലംഘിച്ചിപ്പോൾ അവളെ അറിയിക്കാതെ വിവാഹം കഴിപ്പിച്ചു. ഈ 10 വർഷത്തിനിടയിൽ അവൾ സ്വയം നിശബ്ദതയുടെ തടവിലാക്കിയിരുന്നു. ഇപ്പോൾ ആരെങ്കിലും അവളോട് എന്തെങ്കിലും പറഞ്ഞാലും ഒന്നും പറയാതെ അവൾ അത് കേട്ടു നിൽക്കും. സംസാരിക്കാനും ചിരിക്കാനും അവൾ മറന്നുപോയി. സംസാരിക്കാനോ ചിരിക്കാനോ അവളുടെ ജീവിതത്തിൽ ഒരു കാരണവുമില്ലായിരുന്നു എന്നതാണ് സത്യം. അവളോട് സംസാരിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അവൾ സ്വയം അകന്നു നിന്നത്. ആരുവിന് അവളുടെ കാര്യങ്ങൾ ഓർക്കും തോറും അവളോട് തന്നെ ശരിക്കും പുച്ഛം തോന്നി. കുറച്ചു നേരത്തെ യാത്രയ്ക്ക് ശേഷം അവർ അഗ്നിയുടെ വീട്ടിലെത്തി. അഗ്നി ദേഷ്യത്തിൽ കാറിൻ്റെ ഡോറ് വലിച്ചു തുറന്ന് അതിൽ നിന്നും ഇറങ്ങി. പക്ഷെ ആരു പാവം വീടെത്തിയത് പോലും അറിയാതെ അവൾ ഇപ്പോഴും കാറിലിരിക്കുകയാണ്. ആ നിമിഷം എന്തു ചെയ്യണമെന്ന് അവൾക്കറിയില്ലായിരുന്നു. എന്നാൽ അഗ്നി ആരുവിനെ ചുറ്റും കാണാതായപ്പോൾ അവൻ തിരിഞ്ഞൊന്ന് നോക്കി. ആരു ഇപ്പോഴും ഭാവഭേദമില്ലാതെ കാറിലിരിക്കുകയാണ്. അഗ്നിയുടെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി. പക്ഷെ അപ്പോഴേക്ക് ഒരു മെലിഞ്ഞ ആൺകുട്ടി അവൻ്റെ അടുത്തേക്ക് ഓടി വന്നു. അവൻ ഏകദേശം ഒരു 10-18 വയസ്സായിരുന്നു. അവൻ അഗ്നിയോട് പറഞ്ഞു, സർ, ഞാൻ മേഡത്തെ കൊണ്ടുവരാം. അഗ്നി ആ പയ്യനെ നോക്കി ആരുവിനെ കൊണ്ടുവരാൻ ആംഗ്യം കാണിച്ചു. അപ്പോൾ ആൺകുട്ടി ഓടി വന്ന് പറഞ്ഞു, ഞാൻ കൊണ്ടുവരാം സർ. ആ പയ്യൻ ആരുവിൻ്റെ അടുത്തേക്ക് പോയി കാറിൻ്റെ ഡോറ് തുറന്ന് പറഞ്ഞു, മേഡം, വീടെത്തി, ഇറങ്ങി വരൂ, സാറ് നിങ്ങളെ കാത്തിരിക്കുന്നു. അത് കേട്ടതും ആരു തൻ്റെ ലഹങ്ക ശരിയാക്കി പുറത്തേക്ക് വന്നു. അവൾ മുന്നിലേക്ക് നോക്കിയതും വളരെ മനോഹരമായൊരു വീട്, തൊട്ടു മുന്നിൽ മനോഹരമായൊരു പുൽത്തകിടി. അത് കണ്ടപ്പോൾ ആരുവിന് അല്പം ആശ്വാസം തോന്നി. അവളൊന്ന് തിരിഞ്ഞു നോക്കി. അവളുടെ മുന്നിൽ വെളുത്ത കല്ലുകൊണ്ട് നിർമ്മിച്ച മനോഹരമായൊരു ബംഗ്ലാവ്. അപ്പോഴാണ് അവളുടെ കണ്ണുകൾ അഗ്നിയിലെത്തി നിന്നത്. അഗ്നിയും അതേ രീതിയിൽ തന്നെ ഒരു ഭാവഭേദവുമില്ലാതെ അവളെ നോക്കുകയായിരുന്നു. പെട്ടെന്നാണ് ആ പയ്യൻ ആരുവിനോട് പോകാൻ പറഞ്ഞത്. അത് കേട്ട് ആരു അഗ്നിയുടെ അടുത്തേക്ക് നടന്നു. ആരു വന്ന് അഗ്നിയുടെ അരികിൽ നിന്ന് ഉടനെ അഗ്നി അവളിൽ നിന്ന് മാറി ആ പയ്യനോട് പറഞ്ഞു, കിച്ചു, ഇവിടെയുള്ള നിയമങ്ങളും മറ്റു ജോലികളും അവൾക്ക് പറഞ്ഞു കൊടുക്ക്. അവളൊരു തെറ്റുപോലും ചെയ്താൽ നീ ശിക്ഷിക്കപ്പെടും, അത് ഓർമ്മയിലിരിക്കണം. അവൻ്റെ പേര് കിരൺ എന്നാണ്, കിച്ചു എന്ന് വിളിക്കും. അഗ്നി പറഞ്ഞത് കേട്ട് അവൻ അതേന്ന് തലയാട്ടി. അഗ്നി അപ്പോൾ തന്നെ അവിടെ നിന്ന് പോയിരുന്നു. അതേസമയം ആരു അഗ്നിയെ അത്ഭുതത്തോടെ നോക്കി നിന്നുപോയി. കിച്ചു ആരുവിനെ നോക്കി പറഞ്ഞു, നിങ്ങൾ വളരെ സുന്ദരിയാണ് മേഡം. ആരു നിസ്സഹായായി കണ്ണുകളോടെ കിച്ചുവിനെ നോക്കി. ഉള്ളിൻ്റെ ഉള്ളിൽ ആദ്യമായിട്ടാണ് ഒരാൾ തന്നെ പ്രശംസിച്ചതെന്ന്, തന്നെ ബഹുമാനിച്ചത് ആരു മനസ്സിലോർത്തു. അവൾക്ക് അവനോട് വല്ലാത്തൊരു അലിവ് തോന്നി. ആരുവിൻ്റെ മുഖത്ത് യാതൊരു ഭാവഭേദവുമില്ലാതെ കിച്ചു കണ്ടപ്പോൾ അവൻ സങ്കടത്തോടെ പറഞ്ഞു, നിങ്ങൾ സാറിനെ പോലെയല്ല, പക്ഷേ നിങ്ങൾ ഇവിടെ വരാൻ പാടില്ലായിരുന്നു. ഈ സ്ഥലം നിങ്ങൾക്ക് പറ്റിയ സ്ഥലമല്ല. കിച്ചു സങ്കടത്തോടെയാണ് ആരുവിനെ നോക്കി പറഞ്ഞത്. പക്ഷേ അത് കേട്ടൊന്നും ആരൊന്നും പറയാതെ മുന്നോട്ട് നടക്കാൻ തുടങ്ങി. അത് കണ്ട് കിച്ചുവും അവളോടൊപ്പം നടക്കാൻ തുടങ്ങി. ഈ വീട്ടിലെ ആദ്യത്തെ സ്ത്രീ നിങ്ങളാണ്. മുൻപൊരു സ്ത്രീയും ഇവിടെ വന്നിട്ടില്ല. ഇവിടെ ഒരു സ്ത്രീയുമില്ല. അതിനാൽ നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കണം. കിച്ചു പെട്ടെന്ന് ആരുവിൻ്റെ മുന്നിൽ നടക്കാൻ തുടങ്ങി. എന്നിട്ട് പറഞ്ഞു, എല്ലാവരും ഇവിടെ വളരെ കുറച്ച് മാത്രമേ സംസാരിക്കാറുള്ളൂ. എല്ലാവരും സ്വന്തം കാര്യം നോക്കുക. അഗ്നി സാറ് മാത്രമേ ഇവിടെയുള്ളൂ. ഇപ്പോൾ നിങ്ങളും. പിന്നെ ഒരു മുറിയിലൊരു വൃദ്ധനുണ്ട്, ഒരിക്കലും പുറത്തു വരാറില്ല. ഒരുപക്ഷെ അയാൾക്ക് അസുഖമായിരിക്കാം. പിന്നെ രാവിലെ 8 മണിക്ക് പ്രഭാത ഭക്ഷണത്തിന് നിങ്ങൾ ഡൈനിങ് ടേബിളിൽ വരണം. നിങ്ങൾ 1 മിനിറ്റ് പോലും വൈകിയാൽ നിങ്ങൾക്ക് പ്രഭാത ഭക്ഷണം നൽകില്ല.
ആ സമയത്ത് നിങ്ങൾ അഗ്നി സാറിനെ കാണും. നിങ്ങൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അവിടെ വെച്ച് സംസാരിക്കാം. പിന്നെ ഉച്ചഭക്ഷണം നിങ്ങളുടെ മുറിയിലെത്തിക്കും. നിങ്ങൾ പുറത്തു വരേണ്ട ആവശ്യമില്ല, കാരണം സാർ അപ്പോൾ ഇവിടെ ഉണ്ടാവില്ല. രാത്രി 10 മണിക്ക് നിങ്ങൾ വീണ്ടും ഭക്ഷണം കഴിക്കാൻ ഡൈനിങ് ടേബിളിൽ വരണം. ഈ സമയത്ത് നിങ്ങൾക്ക് സംസാരിക്കേണ്ടതില്ല, കാരണം സാറ് ജോലി കഴിഞ്ഞ് ക്ഷീണിതനായിരിക്കും. ആ സമയത്ത് സാറിന് ദേഷ്യം വന്ന തനിച്ചെകുത്താനായിരിക്കും, ദേഷ്യപ്പെടുകയും സാധനങ്ങൾ എറിഞ്ഞ് പൊട്ടിക്കുകയും ചെയ്യും. അതുകൊണ്ട് ആ സമയത്ത് സംസാരിക്കുന്നത് സാറിന് ഇഷ്ടമല്ല. കിച്ചു എല്ലാം മനഃപ്പാടമാക്കിയതുപോലെ അവളോട് പറഞ്ഞു കൊടുത്തു അവിടുത്തെ നിയമങ്ങളും എല്ലാ കാര്യങ്ങളും. ആരും അവൻ പറയുന്നതെല്ലാം കേട്ട് അത്ഭുതത്തോടെ മുന്നോട്ട് നടന്നു. അവളുടെ മനസ്സ് വല്ലാത്തൊരു വേദന തോന്നി. താനെപ്പോഴും ഒറ്റപ്പെട്ടൊരു വ്യക്തിയാണ്. തന്നെ സ്നേഹിക്കാനും തലോടാനും ആരുമില്ലല്ലോ ഈശ്വര, അവൾ മനസ്സിൽ വേദനയോടെ പറഞ്ഞു. അവൾ കിച്ചുവിൻ്റെ കൂടെ അകത്തേക്ക് വന്നതും ആഡംബര മുറികൾ ഒന്നിനു പുറകെ ഒന്നായി ഉണ്ടായിരുന്നു. ആരു സങ്കടത്തോടെ എല്ലാം കണ്ടു. കിച്ചു അവളെ ഒരു മുറിയിലേക്ക് കൊണ്ടുപോയി. ഇതാണ് മേഡം നിങ്ങളുടെ റൂം, ഇനി പോവട്ടെ. അതും പറഞ്ഞ് കിച്ചു പുറത്തേക്ക് പോയി. ആരു വന്ന് കട്ടിലിൽ ഇരുന്നു ദീർഘമായി ശ്വസിക്കാൻ തുടങ്ങി. വിവാഹശേഷമെങ്കിലും ഇത്രയും അപമാനകരമായ ജീവിതം നയിക്കേണ്ടി വരില്ലെന്ന് അവൾ കരുതിയിരുന്നു. ഇന്നവൾ ഇവിടെ വന്ന ഉടനെ വീട്ടിലെ നിയമങ്ങൾ അവളോട് പറഞ്ഞു. അതെല്ലാം കേട്ട് അവൾക്ക് വല്ലാത്തൊരു വേദന തോന്നി. ഒരു വധുവായി മാറിയ ശേഷം ഒരു പെൺകുട്ടിക്ക് ആയിരക്കണക്കിന് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളുമുണ്ട്. അവളുടെ ഭർത്താവിൻ്റെ വീട്ടിൽ അവൾ ആഗ്രഹിച്ചതെല്ലാം ലഭിക്കാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ ഇവിടെ അത് നേരെ വിപരീതമായിരുന്നു. ആരും ഇവിടെ വന്നപ്പോൾ ആരും സ്വാഗതം ചെയ്തില്ല, ഒരാചാരവും നടത്തിയില്ല. അവളെ വാങ്ങിവിടെ കൊണ്ടുവന്നതുപോലെ, അല്ലെങ്കിൽ എന്തെങ്കിലും കരാറിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ കൊണ്ടുവന്നതുപോലെ തോന്നി അവൾക്ക്. ആരു കണ്ണുകളടച്ച് കട്ടിലിൽ കിടന്നു. ഇന്നത്തെ ദിവസം മുഴുവൻ ക്ഷീണിതയായതിനാൽ അവൾ ഉറങ്ങിപ്പോയിരുന്നു. അഗ്നി ആ നിമിഷം പുറത്തുനിന്ന് ഒരു മുറിയിലേക്ക് വന്നു. അവിടെ ഒരു വൃദ്ധൻ കിടക്കുന്നുണ്ട്. അഗ്നി അദ്ദേഹത്തിൻ്റെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു, മുത്തച്ഛ, നിങ്ങളുടെ ഇഷ്ടപ്രകാരമാണ് ഞാൻ വിവാഹം കഴിച്ചത്. എന്തിനാണ് എന്നെ വിവാഹം കഴിക്കാൻ നിങ്ങൾ ആഗ്രഹിച്ചതെന്ന് എനിക്കറിയില്ല. പക്ഷേ നിങ്ങളുടെ ഇഷ്ടം വായിച്ചപ്പോൾ ഇത് നിങ്ങളെ സന്തോഷിപ്പിക്കുമെന്ന് ഞാൻ കരുതി. അതുകൊണ്ട് നിങ്ങൾ വേഗം സുഖം പ്രാപിക്കും. നിങ്ങൾക്ക് സന്തോഷമായല്ലോ. ഒന്നും സംസാരിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യാത്തൊരു വൃദ്ധൻ അയാളൊന്നും ചെയ്യാതെ അഗ്നിയെ നോക്കിയതല്ലാതെയൊന്നും മിണ്ടാൻ കഴിഞ്ഞില്ല. പിന്നെ അഗ്നി ഒന്നും പറയാതെ അവിടെ നിന്നും എഴുന്നേറ്റ് പോയി. അഗ്നി കുറച്ച് സമയം അവൻ്റെ മാത്രമായുള്ള ഓഫീസ് റൂമിലേക്ക് പോയി. അവൻ്റെ മനസ്സാകെ കലുഷിതമായിരുന്നു. അവൻ പതിയെ അവിടെയുള്ള കസേരയിലേക്കിരുന്നു. ഇന്നത്തെ ഓരോ കാര്യങ്ങളും ഓർത്തു അതിനിടയിൽ അവനൊന്ന് മയങ്ങിപ്പോയി. ഒരു സുന്ദരിയായൊരു പെൺകുട്ടി നല്ല ഭംഗിയിൽ സാരിയൊക്കെ ഉടുത്ത് അവൻ്റെ മുന്നിൽ വന്നു നിന്നതും അവൻ കണ്ണെടുക്കാതെ അവളെ നോക്കി നിന്നു. ഒരു ദേവതയെ പോലെ തോന്നി അവന്. അത്രത്തോളം അവളിൽ മാത്രം അവൻ്റെ കണ്ണ് സ്റ്റെക്കായി പോയി എന്ന് വേണം പറയാൻ. അവൻ അവളുടെ അടുത്തേക്ക് ചുവടുകൾ വെച്ചു. അതിനനുസരിച്ച് അവൾ പുറകിലേക്കും. ചുമരിൽ തട്ടി നിന്നതും അവൻ്റെ ശരീരം അവളുടെ പതുപതുത്ത ശരീരത്തിൽ അമർന്നു. അവനിൽ ഷോക്കടിച്ചതുപോലെ ഒരു തരിപ്പ് കയറി. അത്രത്തോളം സോഫ്റ്റായിരുന്നു അവളുടെ ശരീരം. അവനത് ആസ്വദിച്ചുകൊണ്ട് തന്നെ അവളുടെ കൈകളിലൂടെ അവൻ്റെ കൈ സഞ്ചരിച്ചു ഷോൾഡറിൽ എത്തി നിന്നു. അതിനനുസരിച്ച് അവൾ ഒന്നിനെ പിടയുന്നുണ്ട്. അവൻ്റെ ഒരു സ്പർശനം പോലും അവളിൽ കുളിര് സൃഷ്ടിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അവനിൽ നിന്ന് അകലണമെന്നുണ്ടെങ്കിലും മനസ്സ് അതിനനുവദിക്കുന്നില്ല എന്നതാണ് സത്യം. അവൻ അവളുടെ പിടപ്പ് ആസ്വദിച്ചുകൊണ്ട് അവിടെ നിന്നും കൈ അരയിലേക്ക് ചലിപ്പിച്ചു. അവളൊന്ന് പുളഞ്ഞുപോയി. അടുത്ത നിമിഷം തന്നെ അവളുടെ സാരി കുറച്ചു മാറ്റി നഗ്നമായ വയറിലേക്ക് അവൻ്റെ കൈ പതിച്ചതും 2 പേരിൽ നിന്നും ഒരു ശീൽക്കാരം പുറത്തേക്ക് വന്നു. അവൻ ആ നിമിഷം അവളുടെ കണ്ണിലേക്ക് നോക്കി. അവിടെ നിന്നും അവൻ്റെ കണ്ണു നേരെ താഴേക്ക് പോയി. ചോര തൊട്ടെടുക്കാൻ പാകത്തിന് നിൽക്കുന്ന അവളുടെ ചെഞ്ചുണ്ടിലെ തേൻ മതിവരുവോളം നുണയാൻ അവന് കൊതി തോന്നി. പതിയെ അവളുടെ ആദരങ്ങളിലേക്ക് അവൻ്റെ മുഖമെടുത്തു. അവൻ്റെ അങ്ങനെയുള്ളൊരു പ്രവൃത്തി കണ്ടവൾ കണ്ണുകൾ ഇറുക്കെ അടച്ച് ചുവരിനോട് ചേർന്നു നിന്നു. അവളുടെ ഹൃദയം വല്ലാതെ പിടയ്ക്കുന്നുണ്ടായിരുന്നു ആ സമയം. അമ്മേ! പെട്ടെന്നാണ് അവൻ ഞെട്ടി ഉണർന്നത്. ഛേ, ഞാനെന്താ ഇങ്ങനെ ഒരു വൃത്തികെട്ട സ്വപ്നം കണ്ടത്? അവൻ ദേഷ്യത്തോടെ തലകുടഞ്ഞു. അവൻ ആ AC-യുടെ തണുപ്പിലും വിയർത്തിരുന്നു. ഛേ, എന്നാലും എനിക്കെന്താ പറ്റിയത്? ഇതുവരെ എൻ്റെ സ്വപ്നങ്ങളിൽ പോലും ഇല്ലാത്തൊരു പെണ്ണ്.
അതും ഒരു പെണ്ണിനെ പോലും ഞാൻ വേറെ രീതിയിൽ നോക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഏതൊരു പെണ്ണിനെ കാണുമ്പോഴും എനിക്ക് ഇത്തരത്തിലുള്ളൊരു വികാരം തോന്നിയിട്ടില്ല. എൻ്റെ സ്വപ്നത്തിൽ വന്ന് എന്നെ മയക്കാൻ മാത്രം അതിന് കഴിവുള്ള ഏത് പെണ്ണാണ് ഈ ലോകത്തുള്ളത്? അവൻ ദേഷ്യം കൊണ്ട് വിറച്ചുപോയി. ആരായിരിക്കും അവൾ? അഗ്നിയുടെയും ആരുവിൻ്റെയും ജീവിതം ഇനി എന്തായിരിക്കും?